friends, Panik പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് Zebronics Zeb Dukeന്റെ അൺബോക്സിംഗും റിവ്യൂവും ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. ആദ്യം തന്നെ സ്ട്രൈറ്റ് നമുക്ക് ഹെഡ്ഫോൺ തന്നെയാണ് കിട്ടുന്നത്. നല്ല പാക്കേജിംഗ് ആണ് Zebronics ഈ ഹെഡ്ഫോൺ തന്നിരിക്കുന്നത്. ഹെഡ്ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് കീപ്പ് ചെയ്യാം. ബാക്കി എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് ഓക്സ് കേബിൾ വരുന്നുണ്ട്, USB കേബിളും വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു യൂസർ മാനുവലും വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഹെഡ്ഫോണിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഫീച്ചേഴ്സുമാണ്. സോ ആദ്യം നമുക്ക് ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ മെറ്റീരിയലാണ്. നമുക്ക് വരുന്നത് കുഷീനാണ് ഇതിൽ വരുന്നത്. ഓവർ ദ ഹെഡ് പീസ് ആണെങ്കിലും നമുക്കിവിടെ കുഷീനാണ് വരുന്നത്. മുകളിൽ നമുക്ക് Zebronicsൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല സ്മൂത്ത് ഫീലാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു നോയിസ് ക്യാൻസലേഷൻ നമുക്ക് ഉണ്ട്. പിന്നെ അടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ്, നമുക്കിതിൽ 30 hours ബാറ്ററി ബാക്കപ്പാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി 40 mm ഡ്രൈവേഴ്സാണ് വരുന്നത്. സോ നമുക്ക് നല്ലൊരു ഡീപ്പ് ബാസ് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോണാണ്. സോ നമുക്കിവിടെ ഒരു RGB ലൈറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓക്സ് കണക്ടിവിറ്റി ഇതിൽ അവൈലബിൾ ആണ്. വോയിസ് അസിസ്റ്റൻറ്റ്, നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും സിറിയും ഇതിൽ അവൈലബിൾ ആണ്. ഹെഡ്ഫോൺ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഇയറിൻ്റെ സൈസ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇത് ഈ ഹെഡ്ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് കാണാം. ഇവിടെ നമുക്ക് മൈക്ക്, ഇവിടെയാണ് നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള വരുന്നത്. ഇവിടെ നമുക്ക് ചാർജ് ഇൻഡിക്കേറ്ററും, പിന്നെ ഹെഡ്ഫോൺ ഓൺ ആണെങ്കിൽ നമുക്ക് ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ ലൈറ്റോടെ ബ്ലിങ്ക് ചെയ്യും. പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ബട്ടൺസ്. സെൻട്രൽ കാണുന്നതാണ് പവർ ഓഫ് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന ബട്ടൺ. നമ്മളിത് 2 സെക്കൻഡ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ ഓൺ ആവും. പിന്നെ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് പോസും, അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നിൽക്കുന്നത് പ്ലേ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് വോളിയം ഇൻക്രീസ്, വോളിയം ഡിക്രീസ്. ഇവിടെ നമ്മൾ 2 സെക്കൻഡ് പിടിക്കുന്ന നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പവർ ബട്ടൺ 3 സെക്കൻഡ് നമ്മൾ നീക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വരും. പിന്നെ നമ്മൾ എഗെയിൻ പവർ ബട്ടൺ 2 സെക്കൻഡ് പിന്നെയും വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ബട്ടൺ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് RGB ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഹെഡ്ഫോണിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. സോ അതിന് നമുക്ക് ഹെഡ്ഫോൺ ഓൺ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ബ്ലൂടൂത്ത് ഡിവൈസ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സോ നമുക്ക് അവൈലബിലിറ്റി Zeb Duke കാണാം, റിക്വസ്റ്റ്. സോ ഹെഡ്ഫോൺ ഇപ്പോൾ മൊബൈലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹെഡ്ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഹെഡ്ഫോണിൻ്റെ മൈക്കിൽ നിന്നുള്ള ഓഡിയോ ആണ്. സോ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചിടത്തോളം ഹെഡ്ഫോണിൽ ഞാൻ നൽകുന്ന റേറ്റിംഗ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി ലൈഫ് 30 hours ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറാണ്. സോ ഞാനൊരു 4 സ്റ്റാർ നൽകുന്നു. സെക്കൻഡ്, സൗണ്ട് ക്വാളിറ്റി ഞാനൊരു 4 സ്റ്റാർ തന്നെ എക്സാക്റ്റ് ഞാൻ നൽകുന്നു. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഞാൻ ഉപയോഗിച്ചിടത്തോളം 3.5 സ്റ്റാർ തന്നെ ഞാൻ നൽകുന്നു. പിന്നെ അതിനുള്ള കംഫോർട്ട്, നമ്മളിത് ഇയറിൽ വെക്കുമ്പോൾ ഞാൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് എനിക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ചൂടെടുക്കും. ഓവർ ഇയർ ഹെഡ്ഫോൺ ആയതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ഞാൻ പറയാനുള്ളത് വാല്യൂ ഫോർ മണി. ഞാനിത് വാങ്ങിയത് 1300 rupees-നാണ്. ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് 2500 ആണ്. ആമസോണിൽ ഇപ്പോൾ ഇത് 1500 rupees-ന് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാൻ ലിങ്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ആ ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. മാക്സിമം ഞങ്ങൾ റിപ്ലൈ തരാൻ നോക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.